മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. പ്രതിസന്ധി ഘട്ടത്തിൽ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം 5 വരെ നീട്ടി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജി ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷം. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിൽ മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന വിമർശനം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം, അതായത് ബീരൻ സിംഗ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഉയർത്തിയിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ ബീരൻ സിംഗ് രാജിക്കൊരുങ്ങുന്ന അഭ്യൂഹങ്ങളെല്ലാം വന്നു. അദ്ദേഹം വൈകിട്ട് ഗവർണറെ കാണാനായിട്ട് രാജി സമർപ്പിക്കാനായിട്ട് അദ്ദേഹം വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കുറേ ആളുകൾ അദ്ദേഹത്തെ തടയുകയും തുടർന്ന് ഈ രാജിക്കത്ത് കീറിയെറിയുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നാടകീയമായ നീക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ആളുകൾ ഈ കാര്യങ്ങൾ പ്രധാനമായും പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു ഇതെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷമടക്കം ഇതിനെ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള വിമർശനത്തിലാണ് പ്രതിപക്ഷം ഈ ബീരൻ സിംഗിൻ്റെ നീക്കത്തെ കണ്ടത്. ബീരൻ സിംഗ് തുടർന്ന് രാജി പിൻവലിക്കുകയും അദ്ദേഹം ഈ നിർണായക ഘട്ടത്തിൽ രാജിയില്ലെന്ന് അറിയിക്കുകയുമായിരുന്നു. അതായത് ഈ രാജി സമർപ്പിക്കാനായിട്ട് ഗവർണറുടെ വസതിയിലേക്ക് പോകുന്ന സമയത്ത് അനുയായികൾ അദ്ദേഹത്തെ തടയുകയും തുടർന്ന് അദ്ദേഹം തിരിച്ചു പോവുകയും പിന്നീട് ഔദ്യോഗികമായി തന്നെ ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ നിർണായക ഘട്ടത്തിൽ രാജിക്കില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ മണിപ്പൂരിലെ സംഘർഷം ശമിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബീരൻ സിംഗ് രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരു മാസത്തിലധികമായി തുടരുന്ന ഈ മണിപ്പൂർ കലാപം ശമിപ്പിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവുന്നില്ല, സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ബീരൻ സിംഗ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നൊരു കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ രാജിവെക്കണമെന്ന സമ്മർദ്ദം ഉണ്ടായതിന് പിന്നാലെയാണ് അദ്ദേഹം രാജിവെക്കാനായി പോയത്. പക്ഷേ പിന്നീട് ഒരു നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അദ്ദേഹം രാജി പിൻവലിക്കുന്നു. രാജി ഇപ്പോൾ ഇല്ല, നിർണായക ഘട്ടത്തിൽ രാജിയിലെന്ന പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ബീരൻ സിംഗിന്റെ നീക്കം വലിയൊരു രാഷ്ട്രീയ നാടകം എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം വിലയിരുത്തപ്പെടുന്നത്. NDAയ്ക്കുള്ളിലും അതായത് BJPക്കുള്ളിലും വലിയ രീതിയിൽ തന്നെ ഇതിനെതിരെ ഒരു ശക്തമായ ഒരു എതിർപ്പുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രീയ നാടകത്തിൽ NDA കേന്ദ്ര നേതൃത്വവും ഇതിനെ വിമർശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രാജി എന്ന ആവശ്യം നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി അവർ വിവിധ നേതാക്കൾ ഉൾപ്പെടെയുമായി നേരിട്ട് കണ്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ സമവായ ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു. കുക്കി മെയ്തൈ വിഭാഗങ്ങളുമായി നേരിട്ട് കണ്ട് രാഹുൽ ഗാന്ധി സമാധാന ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുകയും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഗവർണറെ കണ്ട് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഈ തർക്കം, അതായത് ഈ സംഘർഷം പരിഹരിക്കാനായിട്ട് സമവായ ശ്രമങ്ങൾ നടക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. നിലവിൽ അവിടെ ചില മേഖലകളിൽ സംഘർഷം തുടരുകയാണ്. കാങ്ബായി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത ജാഗ്രതയാണ്. കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായി, 3 പേർ കൊല്ലപ്പെട്ട സ്ഥലമാണ് കാങ്ബോയി. അവിടെ വലിയ രീതിയിലുള്ള മുൻകരുതലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു. സംഘർഷം ഉണ്ടാകുമെന്ന മുൻകരുതലിൻ്റെ ഭാഗമായി അവിടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ജാഗ്രത കണക്കിലെടുത്ത് ഇന്റർനെറ്റ് നിരോധനം ജൂലൈ 5 വരെ നീട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ബീരൻ സിംഗിന്റെ രാജിയിൽ ഉറച്ച് പ്രതിപക്ഷം നിൽക്കുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം അവിടെ എത്തി സമവായ ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട സമാന ചിന്താഗതിയുള്ള 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കൂടിക്കണ്ട് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു ചർച്ച നടത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ കുക്കി വിഭാഗവും ബീരൻ സിംഗിന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരും ഈ ബീരൻ സിംഗ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ബീരൻ സിംഗിന്റെ രാജി ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. എന്തായാലും വലിയൊരു സംഘർഷം ഉണ്ടായി. 2 മാസം, അതായത് മെയ് 3-നാണ് ഇത്തരത്തിൽ സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ ജൂലൈ 1-ാം തീയതിയാണ് ഇന്ന്. 2 മാസം ആയി ഈ സംഘർഷം തുടരുന്ന ഘട്ടത്തിൽ പോലും ഒരു സമവായ ശ്രമങ്ങളും ഫലം കാണുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് പ്രധാനമായി വരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് ഈ സംഘർഷത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, സംഘർഷം ശമിപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് ബീരൻ സിംഗ് രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ
ഈ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ BJP നേതൃത്വമെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമവായ ശ്രമങ്ങൾ നടത്തി സർവകക്ഷി യോഗങ്ങൾ അടക്കം വിളിച്ചെങ്കിൽ പോലും അതൊന്നും ഫലം കാണാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ തന്നെയാണ് വിമർശിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മണിപ്പൂർ വിഷയത്തിൽ സംസാരിക്കുന്നില്ല, അദ്ദേഹം മൗനം പാലിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും എൻ ബീരൻ സിംഗിന്റെ രാജിയിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ സമ്മർദ്ദം ഈ രാജിയിൽ പ്രതിപക്ഷം നൽകുന്നു. അതേസമയം തന്നെ എൻ ബീരൻ സിംഗ് രാജിയിൽ നിന്ന് പിന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയത് നിർണായക ഘട്ടത്തിൽ രാജിയിലില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന്റെ ഈ രാജി വെക്കാനുള്ള നീക്കത്തിൽ വലിയൊരു എതിർപ്പ് കേന്ദ്ര നേതൃത്വം പ്രകടിപ്പിച്ചിരുന്നു. ആ രാജി വെച്ചിരുന്നെങ്കിൽ അതൊരു BJPയുടെ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടും എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇതിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയതിനൊരു എതിർപ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ കേന്ദ്ര നേതൃത്വത്തിന് ഇത്തരത്തിലൊരു അതൃപ്തി ഉണ്ടായി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഒരു രാഷ്ട്രീയ നാടകം എൻ ബീരൻ സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ വലിയ രീതിയിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു എതിർപ്പ് പ്രകടമാകുന്നത്. സമവായ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് എൻ ബീരൻ സിംഗ് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആതിര. ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ മണിപ്പൂരിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഇന്റർനെറ്റ് നിരോധനം 5 വരെ നീട്ടി, സ്കൂൾ തുറക്കുന്നതും നീട്ടിയിട്ടുണ്ട്. നിലവിലെ മണിപ്പൂരിലെ സാഹചര്യം എന്താണ്? അതിന് പല മേഖലകളിലും സംഘർഷ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചില ഇടങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ കാങ്ബോയ് അടക്കമുള്ള മേഖലകൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അവിടെ ഈ 3 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് അവിടെ വലിയ രീതിയിലുള്ള മുൻകരുതലെല്ലാം തന്നെ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗമടക്കം അവിടെ സുരക്ഷ മുൻകരുതൽ ഭാഗമായുണ്ട്. കൂടാതെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു മുൻകരുതലും ജാഗ്രതാ നിർദ്ദേശമെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. 2 ദിവസങ്ങളിലുള്ള സന്ദർശനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ കൂടി ജാഗ്രത കുറച്ചുകൂടി ശക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ കാങ്പോയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഈ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ വസതിയിലേക്ക് വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് പിരിച്ചുവിടാനായിട്ട് പോലീസ് വലിയ രീതിയിലുള്ള ബലപ്രയോഗം അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരടക്കം അവിടെ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥിതി കൂടുതൽ വഷളാവുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നതിനാൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് അവിടെ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ ഉള്ളത്. മുൻകരുതലുകളെല്ലാം തന്നെ. കൃഷ്ണൻ, മണിപ്പൂരിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജി ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിസന്ധി ഘട്ടത്തിൽ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയുള്ളത്. സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം 5 വരെ നീട്ടിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.